ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ട്രിപ്പ് ഓണായിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ നേപ്പാളിലേക്കാണ് പോകുന്നത്. നമ്മൾ നേപ്പാളിൽ പോവാണ്. സോ ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, കൊച്ചി ടു ഡൽഹി, ഡൽഹി ടു കാഠ്മണ്ഡു ആണ് നമ്മുടെ ഫ്ലൈറ്റ്. സോ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറാൻ നമ്മളിപ്പോൾ കൊച്ചിൻ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ്. കയറിയപ്പോൾ മുതൽ ഞങ്ങൾ നല്ല ലക്കി ആയിരുന്നു. കാരണം നമ്മുടെ എക്കോണമി ടിക്കറ്റ് ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡായി. സോ നമുക്ക് ഫുഡും ഡെസേർട്ടും ചായയും കാപ്പിയും ഒക്കെ അവർ കൊണ്ട് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡൽഹി വരെ നമുക്ക് എയർ ഇന്ത്യയുടെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ പറ്റി ഫ്രീ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ ലേ ഓവർ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു 5 മണിക്ക് കണ്ടായിരുന്നു നെക്സ്റ്റ് ഫ്ലൈറ്റ് ടു കാഠ്മണ്ഡു. അപ്പോൾ ആ ഫ്ലൈറ്റിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടിയിരുന്നു. സോ എയർ ഇന്ത്യ കുറച്ചുകൂടി അവരുടെ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ അങ്ങനെ ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി, നേപ്പാളിലെത്തി. ഇവിടെ എയർപോർട്ടിനകത്തൊന്നും ഇന്ത്യൻ റുപ്പീസ് എടുക്കത്തില്ല, അവരെല്ലാം ഡോളറാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഞങ്ങളൊന്ന് പതറി. പിന്നെ ഞങ്ങൾ എയർപോർട്ടിന് പുറത്തിറങ്ങിയപ്പം ഒരു സെക്യൂരിറ്റി ചേട്ടൻ കുറച്ച് ഹെൽപ്പ് ചെയ്തു. പക്ഷേ ആൾ കുറച്ച് വലിപ്പിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാം കൂടി എടുത്ത് കൺവേർട്ട് ചെയ്തില്ല, കൊണ്ടുപോയ കാശെല്ലാം കൺവേർട്ട് ചെയ്തില്ല. ഞങ്ങളൊരു 2000 രൂപയ്ക്ക് കൊടുത്തോളൂ. അപ്പോൾ നമ്മുടെ ഒരു 100 രൂപ അവിടെ 160 രൂപ കിട്ടും. 160 NPR ആയിട്ടാണ് കിട്ടുക. സോ ഞങ്ങൾ 2000 രൂപ കൺവേർട്ട് ചെയ്ത് അപ്പോഴത്തേക്കുള്ള ക്യാബിനുള്ള കാശ് ഒപ്പിച്ചു. അങ്ങനെ ക്യാബ് പിടിച്ച് ഞങ്ങൾ തമേലിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. സോ തമേലിലെത്തി. സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലിടാം. ബാക്ക് പാക്കേഴ്സിനൊക്കെ നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഭയങ്കര ലക്ഷറി ഒന്നുമല്ല, ചീപ്പായിരുന്നു. ഞങ്ങൾ 4 നൈറ്റിനൊക്കെ ആയിരുന്നു ബുക്ക് ചെയ്തത്. 4 നൈറ്റിന് 6000 NPR ആണ് കാശ് വന്നിട്ടുള്ളത്. സോ ഞങ്ങൾ ലഗേജ് ഒക്കെ വെച്ചു. ഫ്രഷ് ആയതിനു ശേഷം നമ്മുടെ ഫസ്റ്റ് സ്ഥലത്തേക്ക് പോയി. അതാണ് നമ്മുടെ കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ. സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന്, അതായത് തമേൽ നിന്ന് ഒരു 1-2 കിലോമീറ്റർ ഒന്ന് നടന്നപ്പോൾ തന്നെ ഞങ്ങൾ കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിൽ എത്തിച്ചേർന്നിരുന്നു. ഇതറിയപ്പെടുന്നത് തന്നെ മ്യൂസിയം ഓഫ് ടെമ്പിൾസ് എന്നാണ്. കാരണം ഇതിനകത്ത് 50ഓളം ചെറിയ അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഓരോ ബിൽഡിങ്ങിനകത്ത് അല്ലെങ്കിൽ ഓരോ ഗോപുരത്തിനകത്തും ചെറിയ പ്രതിഷ്ഠകളുണ്ട്. ചിലതിലൊക്കെ ഇപ്പോഴും അവർ ആരാധനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ചിലത് ഒന്നുമില്ല. നല്ല വിസ്തീർണത്തിലാണ് ഈ ഏരിയ ഉള്ളത്. നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ഓരോ ബിൽഡിങ്ങിൻ്റെയും ആ സ്ട്രക്ചറും മരപ്പണികളൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പോരാത്തതിന് ഇവിടെ സ്കൂളിലെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നൊക്കെയുണ്ട് ഗ്രൂപ്പായിട്ട്. സോ അവർക്കും നേപ്പാളികളും ഫോറിനേഴ്സും ഒരുപോലെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു നല്ല സ്പോട്ടാണ് ഈ സ്ക്വയർ. ഇത് ചതുരാകൃതിയിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൻട്രി പല സ്ഥലത്തു നിന്ന് നമുക്ക് നടത്താൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഏതൊരു വഴിയാണ് കയറിയത്. പക്ഷെ നടന്നൊരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും ഫോറിനേഴ്സിനുള്ള എൻട്രി ഫീ 1000 NPR ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആരും അത് നോക്കുന്നുമില്ല, വാങ്ങുന്നുമില്ല. സോ ഇത് എൻട്രി ഫീ ഇല്ലാത്ത എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അമ്പലങ്ങൾ മാത്രമല്ല, അവിടെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് നേപ്പാളിൻ്റെ ട്രഡീഷണൽ ഐറ്റംസ് ആയ മെഡിറ്റേഷൻ ബൗള്, സ്മൈലിംഗ് ബുദ്ധ, അല്ലെങ്കിൽ ജപിക്കുന്ന മാലകൾ, അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് നമുക്ക് ഏത് കടകളിൽ നോക്കിയാലും കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ, അതായത് സ്വയംഭുനാഥ ടെമ്പിളിലേക്ക്. നമ്മുടെ യോധ മൂവിയിലെ എപ്പിക് സീനൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് സ്വയംഭുനാഥ ടെമ്പിൾ. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ എവിടെ ട്രാവൽ ചെയ്താലും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നടത്തം. മാക്സിമം ഞങ്ങൾ ക്യാബോ ബസ്സോ വിളിക്കുന്നതിനെക്കാട്ടിലും നടക്കാറാണ് പതിവ്. ഞങ്ങൾക്ക് 2 പേർക്കും അത് ഒരുപോലെ ഇഷ്ടമുള്ളത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ നടക്കും. പിന്നെ ആകെ പ്രശ്നം ഇച്ചിരി അധികം വെയിലുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ നടന്നതാ എത്തിക്കഴിഞ്ഞു ഞങ്ങളുടെ സ്വയംഭുനാഥ ടെമ്പിളിൻ്റെ എൻട്രിയിലേക്ക്. ഈ കാണുന്ന ഒരു ബുദ്ധയുടെ മുന്നിൽ നിന്നാണ് നമ്മുടെ ലാലേട്ടൻ യോധ മൂവിയിൽ നിന്ന് സങ്കടം പറഞ്ഞത്. സോ ഞങ്ങൾക്ക് അവിടെ വെച്ച് തോന്നിയൊരു ഐഡിയയാണ് ആ സീൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ. അതിൻ്റെ കഷ്ടപ്പാടുകളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്.
എങ്ങനെയൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു. ഞാൻ പിന്നെ ആദ്യം ഷൂ കേക്കിട്ട് അങ്ങനെ ആ പ്രഹസനം കഴിഞ്ഞ് ഞങ്ങൾ ടെമ്പിളിലോട്ട് നടക്കാൻ തുടങ്ങി. കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട് കയറാനായിട്ട്. ഇച്ചിരി പണിയുള്ള പരിപാടിയാണത്. ഇതിനെ മങ്കി ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്, കാരണം ഇവിടെ നിറയെ മങ്കികളുണ്ട്. സോ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ബാഗിൻ്റെ സൈഡിൽ കുപ്പി, ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് എടുക്കും. നമ്മൾ കയറി പകുതിയോളം എത്തുമ്പോഴത്തേക്കും ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. വാട്ടർ മെലൺ അല്ലെങ്കിൽ കരിക്കൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അത് വലിയൊരു ആശ്വാസമാണ്, കാരണം നമ്മൾ നല്ല പോലെ ക്ഷീണിക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും വെള്ളമൊക്കെ കുടിച്ചു. അതിനുശേഷം തൊട്ടപ്പുറത്ത് ഈ ചേട്ടൻ്റെ കടകളും ഉണ്ടായിരുന്നു. അതായത് ഈ മെഡിറ്റേഷൻ ബൗളും മാല, വള അങ്ങനത്തെ ഐറ്റംസ് വിൽക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ കുറച്ചധികം നേരം കിരണിനെ അത് വാങ്ങിപ്പിക്കാൻ കൺവിൻസ് ചെയ്യാൻ നോക്കി. അത്രയും നേരം ആ മെഡിറ്റേഷൻ ബൗൾ കേട്ട് സുഖിച്ച് നിന്നിട്ട് അവസാനം ഞങ്ങളത് വാങ്ങിച്ചില്ല ഗൈസ്. വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ചേട്ടൻ നല്ല പോലെ കയറ്റി വെക്കുന്നുണ്ടായിരുന്നു. 1500 NPR ആണ് ചെറിയ ബൗളിന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഓരോ സ്റ്റെപ്പ് മേലോട്ട് വേണ്ടാന്ന് പറഞ്ഞ് നടക്കുമ്പോഴും ഓരോ 100 ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഒരുപാട് സ്റ്റെപ്പ് കയറിപ്പോയത് കൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല. എൻ്റെ കിരണിൻ്റെ യാത്രകളിൽ ഞങ്ങൾ തീരെ ചെയ്യാത്ത ഒരു പരിപാടിയാണ് ഈ ഷോപ്പിംഗ്. സാധാരണ ആൾക്കാർ പുറം രാജ്യങ്ങളിൽ പോകുമ്പം എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്ത് കൊണ്ടുവരിക പതിവാണ്. പക്ഷെ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്തൊരു പരിപാടിയാണ് പുറം രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഷോപ്പിംഗ്. എന്താണെന്നറിയില്ല, മേ ബി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബാർഗെയിനിങ് സ്കിൽ ഇല്ലാത്തത് കൊണ്ടാവാം. ഇനിയും നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് കയറാനുണ്ട്. ഇതാ മേലോട്ട് നോക്കി ഇനിയും ഇഷ്ടം പോലെ സ്റ്റെപ്സ് ഉണ്ട്. കിരണാണ് എപ്പോഴും ലീഡ് ചെയ്യുന്നത്. ഏത് കുന്നും മലയും ഇനി സ്റ്റെപ്സുള്ള സംഭവങ്ങളും ആണെങ്കിലും എപ്പോഴും ആൾ ഫ്രണ്ടിലുണ്ടാവും. ഞാൻ എപ്പോഴും ഒന്ന് പകച്ച് നിൽക്കും, ഇതെന്നെ കൊണ്ട് പറ്റുമോ, കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം എനിക്ക് എപ്പോഴും വരാറുണ്ട്. പക്ഷേ കിരണിൻ്റെ ഈ നടത്തം കാണുമ്പോൾ ഞാനും കയറും. അങ്ങനെ ഏറെക്കുറെ കംപ്ലീറ്റ് ആക്കിയപ്പോൾ അതാ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ നമുക്ക് ഇനി കയറണമെങ്കിൽ, അതായത് ടെമ്പിളാണ് മുകളിലുള്ളത്, അവിടെ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. സോ അതർ കൺട്രീസിന് 200 NPR ആണ്. സാർക്ക് കൺട്രീസിനും നേപ്പാളീസിനും 50 ഉള്ളൂ. സോ നമ്മൾ സാർക്ക് കൺട്രീസ് ആയതുകൊണ്ട് 50 NPR ആണ് ഒരാൾക്ക്. സോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഇനി ഒരു 4-5 സ്റ്റെപ്പ് കൂടി കയറി ഏറ്റവും ടോപ്പിലെത്തി. അവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ടായിരുന്നു. നമുക്ക് കാഠ്മണ്ഡു സിറ്റി മൊത്തം അവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ ഏറ്റവും അങ്ങേയറ്റമുള്ള മലനിരകളും അതിൻ്റെ താഴെയുള്ള ഈ കുനുകുനുകുനാന്ന് ചെറിയ ബിൽഡിങ്സും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ നമുക്ക് ബുദ്ധൻ്റെ ഒരു സ്തൂപമാണ് അവിടെ ഉള്ളത്. ആൾക്കാർ വളരെ ആരാധനയോടെ നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അവിടെ നിന്ന് കുറച്ച് മാറി നടന്നാൽ നമുക്ക് പിന്നെയും പുതിയ പുതിയ ഏരിയയും കുറേ കടകളും ഒക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിലും ഒരുപാട് ഷോപ്പുകളുണ്ട്, കഫേകളുണ്ട്. അല്ലാതെ നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന അവസാനം എക്സിറ്റിലെത്തിയിട്ട് ഞങ്ങൾ നിയറസ്റ്റ് മോളിലേക്ക് പോകാൻ ഒരു ക്യാബ് വിളിക്കുകയാണ് ചെയ്തത്. ക്യാബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഊബർ ഉള്ളതുപോലെ അവിടെയുള്ള 2 ആപ്പാണ് പത്താവോ ആൻഡ് യാങ്കോ. പത്താവിനെ കാട്ടി കുറച്ചുകൂടി ചീപ്പാണ് യാങ്കോ. അപ്പോൾ നിങ്ങൾ പോകുന്നെങ്കിൽ യാങ്കോ പ്രിഫർ ചെയ്യുക, കുറച്ചുകൂടി ചീപ്പായിട്ട് പ്രൈസ് കിട്ടും. അങ്ങനെ ഞങ്ങളൊരു സിവിൽ മോൾ എന്ന് പറയുന്നൊരു മോളിലേക്കാണ് പോയത് ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ വീണ്ടും വാക്കബിൾ ഡിസ്റ്റൻസിൽ ഞങ്ങളൊരു ടവർ കണ്ടു. സ്കൈ വാക്ക് ടവറാണ്.
ധാരഹാര എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സോ ആ കാണുന്ന ആ ടവറാണ് നമ്മളിനി കയറാൻ പോകുന്നത്. 20 നിലകളുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാഠ്മണ്ഡു കാണാം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ താഴെയും പാർക്ക് പോലെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടെയിനും ഗ്രാസും ഒക്കെ വെച്ച് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു പാർക്കായിട്ടും ഇത് ഇവിടെ നമുക്ക് കയറിയിരിക്കാം. പക്ഷേ ടവറിനകത്ത് കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. കുട്ടി എന്ത് പറ്റി? ഫേസ് മറയ്ക്കുന്നു. 19 നില. എത്ര നിലയുണ്ട്? 19. എങ്ങനെയുണ്ട് ലിഫ്റ്റ്? എന്ത് പറ്റി? ലിഫ്റ്റ് ഇല്ലേ അവിടെ? മനപ്പൂർവ്വം തൊലച്ചു വെച്ചേക്കാം. ചെറുതായിട്ട് മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ ടവറിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ റൂമിലോട്ട് പോവുകയാണ് ചെയ്തത്. കാരണം ഇന്നത്തെ ദിവസം നമ്മൾ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്ത് എക്സോസ്റ്റായ ഒരു ദിവസമായിരുന്നു. കുറേ നടന്നു. ഇനി റൂമിൽ പോയി നല്ല സുഖിച്ച് കിടന്നുറങ്ങണം. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇങ്ങനെയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ നേപ്പാളിലെ ഫസ്റ്റ് ഡേ.